What is index? Index is the number of distinct left or right cosets. The index of a subgroup H in a group G is the number of distinct left or right cosets of H in G. This number is denoted by G hyphen H എന്നാണ്, സെമിക്കോളൻ H എന്നാണ്. അപ്പോൾ ഇത് വായിക്കുന്ന ഇൻഡെക്സ് ഓഫ് H in G എന്നാണ്. ആദ്യം G എഴുതുമെങ്കിലും ഇൻഡെക്സ് ഓഫ് H in G എന്നാണ് വായിക്കുന്നത്, അല്ലെ? നമുക്കറിയാം. അപ്പോൾ G is equal to Z എന്ന ഗ്രൂപ്പ്, G is equal to Z എന്ന ഗ്രൂപ്പ്. We have Z is a group, set of all integers, Z is a group under addition. നമുക്കറിയാം 4Z, also 4Z is a subgroup of Z, നമ്മൾ ഇന്നലെ കണ്ടല്ലോ. 4Z ന്റെ ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സ് ആരൊക്കെയാ? Then the distinct left cosets of, then the distinct left cosets of 4Z are ആരൊക്കെയാ? 0 plus 4Z, 1 plus 4Z, 2 plus 4Z, 3 plus 4Z, അല്ലെ? ഈ 4 പേരാണ്. Hence index of 2 is index of 4Z in Z. Index of 4Z in Z is denote ചെയ്യുന്നത് ആദ്യം Z എഴുതും, സെമിക്കോളൻ 4Z is equal to എത്രയാ? 4. ശരിയല്ലേ? അപ്പോൾ ഇൻഡെക്സ് എന്തെന്ന് പിടികിട്ടിയല്ലോ. അപ്പൊ അല്ലെങ്കിൽ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് മതി? തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് അതായിരിക്കുന്നത്. ഓർഡർ ഓഫ് G ബൈ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് അല്ലേ? നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ്. അപ്പോൾ G ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ, അല്ലെ? G ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ, if G is a finite group, then by Lagrange's theorem, if G is a finite group, then index of H in G is equal to order of G by order of H. അതിപ്പോ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോ we have G is equal to 1 minus 1 I minus I is a group under multiplication, group under multiplication, and H is equal to 1 minus 1 is a subgroup of G. ഇവിടെ ഇൻഡെക്സ് ഓഫ് H in G, ഇൻഡെക്സ് ഓഫ് H in G എന്തായിരിക്കും? ഇൻഡെക്സ് ഓഫ് H in G കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഓർഡർ ഓഫ് G ബൈ ഓർഡർ ഓഫ് H എടുത്താൽ മതി. ഓർഡർ ഓഫ് G എത്ര? ഇവിടെ 4 അല്ലേ? ഓർഡർ ഓഫ് H ഇവിടെ എത്ര? 2 അല്ലേ? ഇൻഡെക്സ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് കൊറോളറി ഓഫ് ലഗ്രാഞ്ചസ് തിയറം. If G is a ഈ പറഞ്ഞ കാര്യം തന്നെ, ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, if G is a finite group and H is a subgroup of G, then index of H in G,
ഇൻഡെക്സ് നിങ്ങൾ ആദ്യം എച്ച് എഴുതാൻ വേണ്ടി ഒരു ടെൻഡൻസി ഉണ്ടാവും. ആദ്യം ജി ആണ് എഴുതേണ്ടത്. ഇൻഡെക്സ് ഓഫ് എച്ച് ഇൻ ജി ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എച്ച്. അതിപ്പോ നമ്മൾ അതിന്റെ പ്രൂഫ് മറ്റേ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, അത് എടുത്ത് ഇവിടെ എഴുതിയാൽ മതി. ഓർഡർ ഓഫ് ഒരു സബ് ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഗ്രൂപ്പിന്റെ ഓർഡറിനെ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഫൈനൈറ്റ് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് എന്ത് പറഞ്ഞത്, ലഗ്രാഞ്ച് തിയറം പറഞ്ഞു. അടുത്ത് പറയാൻ പോകുന്നത് ഒരു എലമെന്റിന്റെ ഓർഡറിനെ കോളർ ഇട്ടു. ഇപ്പോൾ ഗ്രൂപ്പിന്റെ ഓർഡറിനെ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ലഗ്രാഞ്ച് തിയറം പറഞ്ഞത്. അടുത്ത് പറയുമ്പോൾ ആദ്യം പറഞ്ഞ കോളർ എന്താ പറഞ്ഞേ, in the number of distinct left cosets is number of elements of G by number of elements of H. അടുത്ത് പറയുന്ന കോളറി ലഗ്രാഞ്ച് തിയറം പറഞ്ഞ സബ് ഗ്രൂപ്പിനല്ലേ, ഗ്രൂപ്പിന്റെ ഓർഡറിനെ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നല്ലേ. ഇനി പറയാൻ പോകുന്നത് ഗ്രൂപ്പിന്റെ ഓർഡറിനെ എലമെന്റിന്റെ ഓർഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഫൈനൈറ്റ് ഗ്രൂപ്പുകളിൽ ഇതെല്ലാം സംഭവിക്കുള്ളൂ. ഇന്ന ഫൈനൈറ്റ് ഗ്രൂപ്പ്, കാരണം എലമെന്റ്സിന്റെ ഓർഡറും ഫൈനൈറ്റ് ആവണ്ടേ, ഗ്രൂപ്പിന്റെ ഓർഡറും ഫൈനൈറ്റ് ആവണ്ടേ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഫൈനൈറ്റ് നമ്പർ വേണ്ടേ. In a finite group, the order of each element of the group, divides the order of the group. In a finite group, the order of each element of the group divides the order of the group. In a finite group, the order of each element of the group divides the order of the group. In a finite group, the order of each element of the group divides the order of the group. അല്ലേ, അതായത് order of A divides അല്ലെ, order of A divides ഒരു എലമെന്റ് A ആണെങ്കിൽ order of A divides order of G എന്നാണ്. ഇതാണെന്ന് തോന്നുന്നു ഈ കോളർ. ലഗ്രാഞ്ച് തിയറം പറഞ്ഞ എന്താണ്, ലഗ്രാഞ്ച് തിയറം പറഞ്ഞത് order of H divides order of G എന്നാണ് എന്ത് പറഞ്ഞ് ലഗ്രാഞ്ച് തിയറം പറഞ്ഞു. order of H divides order of G എന്നാണ് ലഗ്രാഞ്ച് തിയറം പറഞ്ഞത്. order of an element divides order of a group എന്നുള്ളതാണ് എന്ത് പറയണേ, കോളർ പറയണം. order of A ഒരു എലമെന്റ് ആണെങ്കിൽ order of A divides order of G എന്നാണ് ഇതിന്റെ പ്രൂഫ്. let G be a group, and പ്രൂഫിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് എടുക്കുന്നു. let capital G be a finite group. G ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെന്ന് എടുക്കുന്നു. അങ്ങനെ എടുത്തിങ്ങനെ ഓർഡർ ഓഫ് എ ആൻഡ് എ എലമെന്റ് ഓഫ് G എന്ന് എടുക്കും. ജിയിലെ ഒരു എലമെന്റ് ആണ് എ അല്ലെ. ഇനി ഓർഡർ ഓഫ് എൻ എലമെന്റ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്നാണ്. അപ്പൊ ഞാൻ ആദ്യം അസ്യൂം എ എന്ന എലമെന്റിന്റെ ഓർഡർ n ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അസ്യൂം ഓർഡർ ഓഫ് എ is equal to n. അപ്പോൾ എന്തായാലും മീനിങ് എന്താ, n is the least positive integer such that a raised to n is therefore n എന്ന എലമെന്റിന്റെ ഓർഡർ n ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ, ഡെഫിനിഷൻ എന്താ, therefore n is the least positive integer such that n is the smallest positive integer such that a raised to n is equal to identity അല്ലേ. എന്റെ പവറിൽ ഒരു ഇന്റിജറിന് കൊടുക്കുമ്പോൾ ഐഡന്റിറ്റി കിട്ടുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇന്റിജർ ആണ്. ഇനി ഞാൻ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പിനെ H എന്ന് വിളിക്കുകയാണ്. കൺസിഡർ ദ സൈക്ലിക് സബ് ഗ്രൂപ്പ്
consider the cyclic subgroup H. Consider the cyclic subgroup H of G, H generated by A. A കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ്, ഏത് എലമെന്റ് കൊണ്ട് ഫൈനൈറ്റ് ഗ്രൂപ്പിൽ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. അതൊരു അതിനാണല്ലോ സൈക്ലിക് സബ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് എ എന്ന് പറയുന്നത്. അപ്പൊ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എച്ച് എന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എടുക്കുന്നു അല്ലെ. എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എച്ച് എടുക്കുന്നു. ദാറ്റ് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു ആരാണ്? സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. അപ്പൊ ആരായിരിക്കും? സെറ്റ് ഓഫ് ഓൾ എ പവർ കെ സച്ച് ദാറ്റ് കെ എലമെന്റ് ഓഫ് ഇസഡ് അല്ലേ അല്ലേ? അങ്ങനെയുള്ള സൈക്ലിക് സബ് ഗ്രൂപ്പിന്റെ ഡെഫിനേഷൻ. അപ്പൊ ആരൊക്കെ വരും? എന്റെ നമുക്കറിയാലോ ഇതൊരു order of an element is same as order of cyclic subgroup generated by an element. നമ്മൾ ഇതിന്റെ പ്രൂഫ് ഒക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? order of an element is same as order of the cyclic subgroup generated by that element അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? ഇവിടുത്തെ എലമെന്റ്സ് ആരൊക്കെ വരുള്ളൂ? ഇ, എ സ്ക്വയർ എക്സെട്ര എ റൈസ് ടു എൻ മൈനസ് ഒന്നേ വരുള്ളൂ. വീണ്ടും എ റൈസ് ടു എൻ വരുമ്പോൾ ഐഡന്റിറ്റി ആവും, എ റൈസ് ടു എൻ പ്ലസ് വൺ വരുമ്പോൾ എ ആവും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് എന്തറിയാം? ഹെൻസ് ഓർഡർ ഓഫ് എച്ച് എത്രയാ? എച്ച് എന്ന സൈക്ലിക് സബ് ഗ്രൂപ്പിലെ എലമെന്റ്സുകളുടെ എണ്ണവും എത്രയാണ്? ഇവിടെ കണ്ടില്ലേ? എ മുതൽ ഇത്രയും എൻ മൈനസ് വൺ, പിന്നെ ഇയും കൂടി ചേരുമ്പോൾ എൻ മൈനസ് വൺ പ്ലസ് വൺ എൻ എണ്ണം. അതായത് ഒരു എലമെന്റിന്റെ ഓർഡറും ആ എലമെന്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പിന്റെ ഓർഡറും സെയിം ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നോക്കിയേ, അപ്പോ എന്റെ ഓർഡർ എന്ന നില എടുത്തിരിക്കുന്ന, അപ്പൊ എച്ചിന്റെ ഓർഡർ എച്ച് എന്ന് വെച്ചാൽ എന്താണ്? എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഒരു എലമെന്റിന്റെ ഓർഡറും ആ എലമെന്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പിന്റെ ഓർഡറും സെയിം ആയതുകൊണ്ട് എന്റെ ഓർഡർ തന്നെയാണ് എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ആയ എച്ചിന്റെ ഓർഡർ. അപ്പൊ എച്ചിന്റെ ഓർഡർ എന്നാണ്? നമുക്ക് എന്തറിയാം? ബൈ ലഗ്രാഞ്ചസ് തിയറം നമുക്ക് എന്തറിയാം? ബൈ ലഗ്രാഞ്ചസ് തിയറം വി ഹാവ് ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി അല്ലേ? ബൈ ലഗ്രാഞ്ചസ് തിയറം വി ഹാവ് order of h divides order of g അല്ലേ? order of h divides order of g ആണല്ലോ ലഗ്രാഞ്ചസ് തിയറം പറയണതല്ലേ? order of h divides order of g എന്നല്ലേ ലഗ്രാഞ്ചസ് തിയറം പറയണത്. അപ്പോ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? order of h എന്ന് പറഞ്ഞാൽ n അല്ലേ? that is n divides order of g. n എന്ന് വെച്ചാൽ ആരാണ്? n divides order of g. n എന്ന് വെച്ചാൽ order of a അല്ലേ? order of a divides order of g അല്ലെ? ഏതോ ഒരു എലമെന്റ് എ എടുത്തപ്പോ ജി എന്ന ഗ്രൂപ്പിലെ, ജി എന്ന ഫൈനൈറ്റ് ഗ്രൂപ്പിലെ ഏതോ ഒരു എലമെന്റ് എ എടുത്തപ്പോ ആ എ എന്ന എലമെന്റിന്റെ ഓർഡർ ജി എന്ന എലമെന്റിന്റെ ഓർഡർ ജി എന്ന ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റിന്റെ ഓർഡർ ജി എന്ന ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുമല്ലോ. അപ്പൊ എന്ത് പറയാം? thus order of an element divides order of the group. Thus order of an element in a finite group, order of an element in a finite group divides order of the group. Order of an element in a finite group, order of an element of the group divides the order of the group. Okay. അടുത്ത corollary 3. corollary 3 പറയുന്നത് a group of prime order is cyclic. A group of prime order is cyclic. വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ആണ്. A group of prime order is cyclic. നോക്കിയേ, ഇതിന്ന് മനസ്സിലാക്കുന്നത് ജി എന്ന ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ ഓർഡർ പി ആണെങ്കിൽ അത് ഉറപ്പായിട്ട് വേറെ ഒന്നും ആലോചിക്കണം. നിങ്ങൾ അവിടെ ജനറേറ്റർ ഒന്നും കണ്ടുപിടിക്കണ്ട. ജി ഒരു
ഗ്രൂപ്പിന്റെ ഓർഡർ പി ആണ്, പി പ്രൈം ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, therefore G is cyclic. അവിടെ ജനറേറ്റർ ഒന്ന് നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല അല്ലെ. ഇപ്പോൾ ജി ഗ്രൂപ്പിന്റെ ഓർഡർ 13 ഓർഡറുള്ള ഒരു ഗ്രൂപ്പ് എടുത്തു, ഉടനെ പറയാം വിച്ച് is cyclic അല്ലെ, ജി സൈക്ലിക് ആണ് അല്ലെ. ഇപ്പൊ ജി ഇസ് ഈക്വൽ ടു ഒരു 17 ഓർഡറുള്ള ഒരു ഗ്രൂപ്പ് കണ്ടു, ജിന്റെ ഓർഡർ 17 ആണെന്ന് കണ്ടു, ഉടനെ നമുക്ക് എന്താ പറയാം, ജി സൈക്ലിക്. ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ പ്രൈം നമ്പർ ആണെങ്കിൽ ആ ഗ്രൂപ്പ് സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ പ്രൈം നമ്പർ ആണെങ്കിൽ ആ ഗ്രൂപ്പ് സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ പ്രൈം നമ്പർ ആണെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായിരിക്കും, ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ പ്രൈം നമ്പർ ആണെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായിരിക്കും, സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ. ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ പ്രൈം നമ്പർ ആണെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായിരിക്കും, സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ആണ് അല്ലെ. G is a group of prime order is cyclic. ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ പ്രൈം നമ്പർ ആണെങ്കിൽ അത് സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. നോക്കാം എന്റെ പ്രൂഫ്. Suppose let G be a group of prime order. പ്രൈം ഓർഡർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ജി എന്നെടുത്തു. So that is order of G is equal to P, where P is a prime number. Where P is a prime number. ഇനി ലെറ്റ്സ് ജിയിൽ നിന്ന് ഒരു എലമെന്റ് എടുത്തു, എ എന്നുള്ള എലമെന്റ് എടുത്തു. ആൻഡ് എ ഐഡന്റിറ്റി എലമെന്റ് അല്ല കേട്ടോ, ഒരു നോൺ ഐഡന്റിറ്റി എലമെന്റ് എടുത്തു. ജിയിൽ നിന്ന് ഒരു നോൺ ഐഡന്റിറ്റി എലമെന്റ് എടുത്തു. അപ്പൊ നമുക്ക് എന്താ അറിയാം, ആൻഡ് കൺസിഡർ the cyclic subgroup generated by A. Consider the cyclic subgroup generated by A. Consider the cyclic subgroup generated, A കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ്ഗ്രൂപ്പ് എടുത്തു. എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ്ഗ്രൂപ്പ് എടുത്തു. അപ്പോ ദാറ്റ് ഈസ് നമുക്കറിയാലോ അതെങ്ങനെ ഡിനോട്ട് ചെയ്യും, ഇങ്ങനെയല്ലേ, സൈക്ലിക് സബ്ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. ദാറ്റ് ഈസ് എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ്ഗ്രൂപ്പിന്റെ ഓർഡർ എന്തല്ല, ഐഡന്റിറ്റി അല്ല. കാരണം എന്താ, സൈക്ലിക് എ ഐഡന്റിറ്റി അല്ലാത്തതുകൊണ്ട് എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ്ഗ്രൂപ്പ് മിനിമം രണ്ടുപേരെങ്കിലും കാണാം അല്ലെ. ഒരു എലമെന്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിൽ ആ എലമെന്റ് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഉറപ്പായിട്ട് രണ്ടുപേര് കാണും. ഒന്ന് ഐഡന്റിറ്റിയും കാണും, അടുത്ത ആ എലമെന്റും കാണും. മിനിമം ഐഡന്റിറ്റി അല്ലെങ്കിൽ ഉറപ്പായിട്ട് രണ്ടുപേരെങ്കിലും കാണും. അപ്പോ ഓർഡർ ഓഫ് സൈക്ലിക് സബ്ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്തല്ല, 1 അല്ല. നമുക്ക് തൊട്ട് മുമ്പ് നമുക്ക് ലഗ്രാഞ്ച് തിയറം പറയുന്നത് എന്താ, ഓർഡർ ഓഫ് എ സൈക്ലിക് സബ്ഗ്രൂപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി കൺസിഡർ ദ സൈക്ലിക് സബ്ഗ്രൂപ്പ് എച്ച് generated by A. Consider cyclic subgroup H generated by A. അങ്ങനെ എടുക്കാം. That is H എങ്ങനെ ഇരിക്കും, H is equal to cyclic subgroup generated by A. Clearly order of H എന്ന് വെച്ചാൽ order of cyclic subgroup generated by H എന്തല്ല, 1 അല്ല. കാര്യം എന്താ, ഈ എന്തല്ല ഐഡന്റിറ്റി, എ ഐഡന്റിറ്റി എലമെന്റ് അല്ലാത്തത് അല്ലേ. സിൻസ് എ നോട്ട് ഈക്വൽ ടു ഐഡന്റിറ്റി, എ ഐഡന്റിറ്റി അല്ലാത്തത് കൊണ്ട് ഉറപ്പായിട്ട് എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പിന്റെ ഓർഡർ 1 ആവില്ല. നമുക്കറിയാം ഒരേ ഒരു 1 ഓർഡറുള്ള ഒരേ ഒരു സബ് ഗ്രൂപ്പേ ഉള്ളൂ ലോകത്ത്, ഏത് ഗ്രൂപ്പ് എടുത്താലും 1 ഓർഡറുള്ള ഒരേ ഒരു സബ് ഗ്രൂപ്പേ ഉള്ളൂ. ആരാണ്, ഈ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പാണ് ഓർഡർ 1 ആയിട്ടുള്ള ഒരു സബ് ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പിന്റെ ഫൈനൈറ്റ് ആയാലും ഇൻഫിനിറ്റ് ആയാലും ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഓർഡർ ഓഫ് എച്ച് 1 അല്ല. അപ്പൊ ഓർഡർ ഓഫ് എച്ച് എന്താണ്, അപ്പോ ഇവിടെ നമുക്ക് ബൈ ലഗ്രാഞ്ച് തിയറം എന്താ അറിയാം, ബൈ ലഗ്രാഞ്ച് തിയറം വി ഹാവ്
we have order of h divides order of g എന്നല്ലേ. അപ്പോൾ order of h അറിയില്ല. order of h divides order of g എത്രയാണ്? പ്രൈം നമ്പർ p എന്ന് പറയുന്നുണ്ട്. p ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഒരു പ്രൈം നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഒന്നുകിൽ ഓർഡർ ഓഫ് h 1 ആയിരിക്കും, അല്ലെങ്കിൽ ആ പ്രൈം നമ്പർ തന്നെ ആയിരിക്കും അല്ലേ. തൊട്ടു മുന്നേ നമ്മൾ എന്തോന്നു, ഓർഡർ ഓഫ് h എന്തല്ല, 1 അല്ല. ഓർഡർ ഓഫ് h എന്തായി? p ആവും. സിൻസ് order of h not equal to 1. Order of h pi. Order of h pi എന്ന് പറഞ്ഞാൽ എന്താണ്? Order of h pi എന്ന് വെച്ചാൽ g ന്റെ ഓർഡർ g ആയില്ലേ. അപ്പോൾ that is h is equal to g അല്ലേ. h is equal to g. അപ്പോൾ h എന്ന് വെച്ചാൽ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ a അല്ലേ h. അത് is equal to g ആയി. That is g is equal to cyclic subgroup generated by a ആയി. Hence g is g ക്ക് ജനറേറ്റർ ഉണ്ടായല്ലോ. g is cyclic അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? hence every group of prime order is cyclic. പ്രൈം നമ്പറിന്റെ പ്രോപ്പർട്ടി ആണ്. ഒരു പ്രൈം നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന ആരൊക്കെ ഉള്ളൂ? രണ്ടേ ആൾക്കാരേ ഉള്ളൂ. ഒന്നും ആ പ്രൈം നമ്പർ മാത്രം. hence every group of prime order is cyclic. അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ. എവരി ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഈ സൈക്ലിക് എന്നതിൽ പ്രൂവ് ചെയ്യേണ്ട. ഞാൻ ജി എന്നൊരു പ്രൈം ഓർഡർ പ്രൈം നമ്പർ ആയിട്ടുള്ള ഒരു ജി എന്ന ഗ്രൂപ്പ് എടുത്തു. ജി എന്ന ഗ്രൂപ്പിൽ പി എലമെന്റ്സ് ഉണ്ട്. പി പ്രൈം നമ്പർ ആണ്. ഇനി ജിയിൽ നിന്ന് ഒരു എ എന്ന എലമെന്റ് എടുത്തു. എ ഒരു നോൺ ഐഡന്റിറ്റി എലമെന്റ് ആണ് അല്ലേ. എന്തായാലും ജിയിലും മിനിമം 2 എലമെന്റ്സ് കാണുമല്ലോ. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 അല്ലേ. അപ്പോൾ ഒരു നോൺ ഐഡന്റിറ്റി എലമെന്റ് എ എടുത്തു. ഇനി എന്ത് ചെയ്തു? എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എച്ച് എടുത്തു അല്ലേ. എച്ചിന്റെ ഓർഡർ 1 അല്ല എന്ന് വളരെ ക്ലിയർ ആണ്. കാരണം എന്താ? എ നോൺ ഐഡന്റിറ്റി എലമെന്റ് ആണ്. ലഗ്രാഞ്ച് തിയറം പറഞ്ഞ ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി എന്നാണ്. ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി പി ആണ്. അപ്പോൾ ഒരു നമ്പർ ഒരു പ്രൈം നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? ഒന്നുകിൽ ആ നമ്പർ 1 ആയിരിക്കും, അല്ലെങ്കിൽ ആ നമ്പർ പി ആയിരിക്കും. പക്ഷെ ഇവിടെ 1 അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു പി ആയിരിക്കും. ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു പി എന്ന് വെച്ചാൽ എച്ച് എന്ന് വെച്ചാൽ ജി തന്നെയാണ്. അപ്പോ എച്ച് എന്ന് വെച്ചാൽ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ അല്ലേ. അത് ജി ആവുമ്പോൾ ജി ഇസ് എ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. സോ ജി സൈക്ലിക്. ഒരു ജനറേറ്റർ ഉണ്ടായല്ലോ. അടുത്ത് കോളറി 4. Let G be a finite group. Let capital G be a finite group. And let A element of G then A raised to order of G is equal to identity. G ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് എ ജിയിൽ എലമെന്റ് ആണെങ്കിൽ എന്റെ പവറിൽ ആര് വന്നാൽ ജിന്റെ ഓർഡർ വന്നാൽ അത് ഐഡന്റിറ്റി ആയിരിക്കും. നമുക്കറിയാലോ ഒരു എലമെന്റിന്റെ ഓർഡറിനെ ഗ്രൂപ്പിന്റെ ഓർഡറിനെ എലമെന്റിന്റെ ഓർഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നല്ലേ കോളറി 2 പറഞ്ഞ്. കോളറി 2 പറഞ്ഞ എന്താ? we have by corollary 2 എന്താ പറയാ? order of A divides order of G അല്ലേ. order of A divides order of G അല്ലേ. that is order of G is equal to എന്തായിരിക്കും? k times order of A അല്ലെ. k ഒരു ഇന്റിജർ ആണ്. where k is a positive integer.
അപ്പോ then a raised to order of g, a raised to order of g എന്ന് വെച്ചാലോ a raised to k times into order of a എന്നല്ലേ, ശരിയല്ലേ? ഈ a raised to order of a the whole raised to k ഇതെല്ലാം ഇന്റിജേഴ്സ് ആണ്. ഓർഡർ ഓഫ് എയും ഇന്റിജർ ആണ്, കെയും ഇന്റിജർ ആണ്. അപ്പോൾ a raised to order of a the whole raised to k അല്ലേ. a raised to order of a എന്താ ഐഡന്റിറ്റി അല്ലേ, ശരിയല്ലേ? അപ്പൊ e raised to k, അപ്പൊ a raised to order of g is equal to e raised to k എന്താ, e raised to k ഐഡന്റിറ്റി അല്ലേ. അപ്പൊ a raised to order of g എന്തായി, ഐഡന്റിറ്റി ആയില്ലേ. a raised to order of g ഐഡന്റിറ്റി എലമെന്റ് ആയല്ലോ. ഓർമ്മയുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഫെർമാറ്റ്സ് തിയറം പഠിച്ചത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ സെമസ്റ്ററിൽ ഫെർമാറ്റ്സ് തിയറം പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അതും ഇതിന്റെ ലഗ്രാഞ്ചസ് തിയറത്തിന്റെ കൊറോളറി ആയിട്ട് പറയാനാണ്. കൊറോളറി 5 ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം for every integer a, for every integer a, for every integer a and every prime p, and every prime p, then a raised to p is congruent to a mod p. a raised to p is congruent to a mod p അല്ലെ, അല്ലെങ്കിൽ a raised to p mod p is equal to a mod p എന്ന് പറയാം അല്ലെ. a raised to എല്ലാം ഒന്ന് തന്നെ, then a raised to p mod p is equal to a mod p. a raised to p mod p is equal to a mod p. for every integer a എന്നാണ്, for every integer a എന്നാണ്. അപ്പോ given a is any integer, a ഒരു integer ആണ്, given a is any integer and p എന്തെന്ന് പറയുന്നത്, and p is any prime അല്ലെ. a ഏതോ ഒരു integer ആണ്, p ഏതോ ഒരു പ്രൈം നമ്പർ ആണ്, പിന്നെ p പ്രൈം നമ്പർ ആകുമ്പോൾ p പോസിറ്റീവ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിവിഷൻ തിയറം അപ്ലൈ ചെയ്യാമല്ലോ. ബൈ ഡിവിഷൻ തിയറം, എന്താ ഡിവിഷൻ തിയറം പറയണേ, എന്താണ് ഡിവിഷൻ തിയറം പറയണേ, m is any integer. ഓർമ്മയുണ്ടോ ഡിവിഷൻ തിയറം പറയണേ, m is any integer and n is a positive integer. m is any integer and n is a positive integer, then m is equal to n, there exist unique integers q and r such that m is equal to nq plus r where 0 less than or equal to r less than n. ഓർമ്മയുണ്ടോ ഡിവിഷൻ തിയറം? ഡിവിഷൻ തിയറം അറിയാത്തവരാണുണ്ടോ? ഡിവിഷൻ തിയറം പറയുന്നത് എന്താണ്, if m is any integer and n is a positive integer, then there exist unique integers q and r such that m is equal to nq plus r where 0 less than or equal to r less than n. ഇതാണ് ഡിവിഷൻ തിയറം പറയുന്നത്. Then by division theorem, division algorithm, division theorem എന്ന് പറയാം, division algorithm,
നമുക്ക് എന്ത് പറയാം, എ ഇസ് ഈക്വൽ ടു എന്താ പി കൊണ്ട് ഡിവൈഡ് ചെയ്യണേ, പി ക്യൂ പ്ലസ് ആർ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ പി അല്ലേ, പി അല്ലേ ഡിവൈസർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദസ് ഇവിടെ നോക്കിയതിന്റെ മീനിങ് എന്താ, എനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആകുന്നല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ മോഡ് പി, ദാറ്റ് ഈസ് വാട്ട് ഈസ് എ മോഡ് പി. എ മോഡ് പി എങ്കിൽ എനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അല്ലേ, എ മോഡ് പി എന്തായിരിക്കും, ആറായിരിക്കും. ശരിയാണല്ലോ. എ മോഡ് പി ഈസ് ആർ. ശരിയാണോ? ക്വസ്റ്റ്യൻ 1. ഇനി നമുക്ക് എ മോഡ് പി ആകുന്ന കിട്ടി. ഇനി ഇതുപോലെ എ റൈസ്റ്റ് പി മോഡ് പിയും ആകുന്ന കിട്ടി കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അടുത്ത് പ്രൂവ് ചെയ്യേണ്ടത് എ റൈസ്റ്റ്, ഇത് കിട്ടില്ലേ, എ മോഡ് പി ആകുന്ന കിട്ടിയല്ലോ. അപ്പൊ എ റൈസ്റ്റ് പി മോഡ് പിയും കൂടി എന്തെന്ന് പറയണം, ആകുന്ന പറയണം. അപ്പൊ എ റൈസ്റ്റ് പി മോഡ് പി ആകുന്ന കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ടു പ്രൂവ് എ റൈസ് ടു പി മോഡ് പി ഇസ് ഈക്വൽ ടു ആകുന്ന കാണും. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, എ റൈസ് ടു പി മോഡ് പി ഇസ് ഈക്വൽ ടു ആകുന്ന പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ എന്താ ചെയ്യുക, ആർ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ പറയുക, ആർ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എ റൈസ് ടു പി മോഡ് പി ഇസ് ഈക്വൽ ടു 0 ആവും. അത് ട്രിവിയൽ ആണ് അല്ലേ. ആർ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ട്രിവിയൽ ആണ്, എഴുതേണ്ട ആവശ്യമില്ല, ഇറ്റ് ഈസ് ട്രിവിയൽ. സപ്പോസ് ആർ നോട്ട് ഈക്വൽ ടു 0, ആർ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ വി ഹാവ് ഈ പ്രൈം നമ്പർ അല്ലേ. അപ്പോ ഈ ആറിന്റെ വാല്യൂസ് എന്തൊക്കെയാണ് വരുന്നത് നോക്ക്. ആറിന്റെ വാല്യൂസ് 0 മുതൽ പി മൈനസ് 1 വരെയുള്ള ഇന്റിജേഴ്സ് അല്ലേ. അപ്പോൾ 0 മുതൽ പി മൈനസ് 1 വരെയുള്ള ഇന്റിജേഴ്സും പ്രൈം നമ്പർ പിയുമായിട്ട് എപ്പോഴും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ശരിയാണോ? അപ്പോൾ നമുക്ക് എന്തറിയാം, ജി സി ഡി ഓഫ് ആർ ആൻഡ് പി എന്തായിരിക്കും, we have GCD of R and P is always 1 ആവും. എന്താ റീസൺ എന്താ, സിൻസ് R എന്താ 0 ലെസ് ദാൻ R ലെസ് ദാൻ P മൈനസ് 1 ആണ്, ലെസ് ദാൻ P ആണ്. ആറിന്റെ പിയുടെ ജി സി 1 ആയിരിക്കും. ഇവിടെ നമുക്കറിയാലോ പിയുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആവുന്ന ആൾക്കാരൊക്കെ യു പി എന്ന ഗ്രൂപ്പിലുണ്ട്. നമുക്കറിയാലോ ഉത്തർപ്രദേശ് അല്ല, എന്താണ് യു പി. ഹെൻസ് വി ഹാവ് ആർ എവിടെ ഉണ്ടാവും, സെറ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ഇൻ ഇസഡ് പിയിൽ ഉണ്ടാവും അല്ലെ, ഇസഡ് പിയിലെ യൂണിറ്റ്സിന്റെ കളക്ഷനിൽ ഉണ്ടാവും. അപ്പൊ ആർ യു പി എന്ന ഗ്രൂപ്പിൽ ഉണ്ടാവും. നമുക്കറിയാം പി പ്രൈം ആവുമ്പോൾ യു പി എന്താണ് അല്ലെ, 3 പ്രൈം ആവുമ്പോൾ യു 3 എന്താടേ, 2 പ്രൈം ആവുമ്പോൾ യു 2 എന്താ 1 മാത്രം, 3 പ്രൈം ആവുമ്പോൾ യു 3 എന്താ 1ഉം 2ഉം, 5 പ്രൈം ആവുമ്പോൾ യു 5 എന്താണ്, യു 5 ആരാ 1 2 3 4. അപ്പോ യു പി എലമെന്റ്സ് ആരൊക്കെ അറിയാം, പി പ്രൈം അല്ലേ, യു പിയിലെ എലമെന്റ്സ് ആരൊക്കെ വരും, 1 പി എ അല്ലെ, സോറി 1 2 3 എക്സെട്ര, 1 2 3 എക്സെട്ര പി മൈനസ് 1 വരെയുള്ള ആൾക്കാർ എവിടെ ഉണ്ടാവും, യു പി എന്ന ഗ്രൂപ്പ് ഉണ്ടാവും. നമുക്കറിയാം യു പി എന്ന ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ മോഡുള്ള പിയിൽ ഗ്രൂപ്പ് അല്ലേ, ഈസ് എ ഗ്രൂപ്പ് അണ്ടർ, we have UP is a group under multiplication model of P അല്ലേ. UP is a group under multiplication model of P ആണല്ലോ. ശരിയാണല്ലോ. That is what is order of UP, number of elements of UP എത്രയാ,
പി മൈനസ് 1 അല്ലേ, ഇവിടെ പി മൈനസ് 1 എലമെന്റ്സ് അല്ലേ, 1 2 3 എക്സെട്ര പി മൈനസ് 1. അപ്പൊ പി യു പി എന്ന ഗ്രൂപ്പില് പി മൈനസ് 1 എലമെന്റ്സ് ഉണ്ട്, പി പ്രൈം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫൈ ഓഫ് പി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തൊട്ട് മുകളിലുള്ള കോളൊക്കെ പറയുന്നത് എന്താ, വി ഹാവ് ഓർഡർ എ റൈസ് ടു ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി എന്നറിയാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർ റൈസ് ടു, ആർ അല്ലേ ഇവിടുത്തെ എലമെന്റ് അല്ലേ, ആർ ഇവിടെ യു പിയിൽ എലമെന്റ് അല്ലേ, ആർ റൈസ് ടു ഓർഡർ ഓഫ് യു പി ഈക്വൽ ടു ഇവിടുത്തെ ഐഡന്റിറ്റി 1 ആണ്. അപ്പൊ ആർ റൈസ് ടു ഓർഡർ ഓഫ് യു പി എന്ന് പറയുന്നത് എന്താണ്, പി മൈനസ് 1. ആർ റൈസ് ടു പി മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 അല്ലേ, ആർ റൈസ് ടു പി മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 ആണല്ലോ അല്ലെ. ആർ റൈസ് ടു പി മൈനസ് 1 ശരിയല്ലേ, ആർ റൈസ് ടു പി മൈനസ് 1 ഇസ് ഈക്വൽ ടു 1. ആർ റൈസ് ടു പി മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ആർ റൈസ് ടു പി മൈനസ് 1 മോഡ് പി എന്ന് പറഞ്ഞാലും എന്തായിരിക്കും, 1 ആയിരിക്കും, ശരിയല്ലേ. ആർ റൈസ് ടു പി മൈനസ് 1 മോഡ് പി എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അല്ലെങ്കിൽ നോക്കിയേ, രണ്ട് സൈഡ് ഞാൻ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും, നമുക്ക് അതില് വേണ്ടേ, ആർ റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു ആർ ആവൂലേ. ആർ റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു ആർ എത്രയാ, ആർ റൈസ് ടു പി, ആർ റൈസ് ടു പി ഇസ് ഈക്വൽ ടു ആർ ആവുമല്ലോ. ദാറ്റ് ഈസ് ആർ റൈസ് ടു പി മോഡ് പി ഇസ് ഈക്വൽ ടു എന്തായി, ആർ റൈസ് ടു പി മോഡ് പി ഇസ് ഈക്വൽ ടു ആർ ആയല്ലോ അല്ലേ. ഇതിൽ ഇക്വേഷൻ 2, ഇക്വേഷൻ 1 നോക്കിയേ, എ മോഡ് പി ഇസ് ആർ, ഇക്വേഷൻ 2 ആർ റൈസ് ടു പി മോഡ് പി ഇസ് ഈക്വൽ ടു ആർ, ഹെൻസ് ആർ റൈസ് ടു പി മോഡ് പി ഇസ് ഈക്വൽ ടു ആർ റൈസ് ടു പി മോഡ് പി ഇസ് ഈക്വൽ ടു എ മോഡ് പി. അല്ലേ, എ റൈസ് ടു പി അല്ലേ വേണ്ടേ, നമ്മൾ എ റൈസ് ടു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എ റൈസ് ടു ആർ റൈസ് ടു പി മോഡ് പി ഇസ് ഈക്വൽ ടു ആ, ഇവിടെ എന്ത് വേണം, ആർ റൈസ് ടു പി മോഡ്, നമുക്ക് ഇതിനെ എ ആക്കണം അല്ലെ, ആർ റൈസ് ടു പിനെ എന്താക്കണം, എ ആക്കണം. നമുക്ക് എ മോഡ് പി ഇസ് ഈക്വൽ ടു ആർ അല്ലേ, എ മോഡ് പി ഇസ് ഈക്വൽ ടു ആർ അല്ലേ, എ മോഡ് പി ഇസ് ഈക്വൽ ടു ആർ എന്നല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. എ മോഡ് പി ഇസ് ഈക്വൽ ടു ആർ എന്ന് വെച്ചാൽ ഇവിടെ ആർ റൈസ് ടു പിന് ഓരോന്ന് കൊടുക്കാം, എ റൈസ് ടു പി, എ റൈസ് ടു പി മോഡ് പി ഇസ് ഈക്വൽ ടു ആർ അല്ലേ. അപ്പോൾ യൂസിങ് ഒന്ന് വെച്ചത് പറഞ്ഞല്ലേ. അപ്പൊ എ റൈസ് ടു പി മോഡ് പി ഇസ് ഈക്വൽ ടു ആർ, അവിടെയും എ മോഡ് പി ഇസ് ഈക്വൽ ടു ആർ, ദസ് എന്ത് പറയാം, ഹെൻസ് എ റൈസ് ടു പി മോഡ് പി ഇസ് ഈക്വൽ ടു എ മോഡ് പി, എ റൈസ് ടു പി മോഡ് പി ഇസ് ഈക്വൽ ടു എ മോഡ് പി അല്ലെ. ലഗ്രാഞ്ചസ് തിയറത്തിന്റെ ലഗ്രാഞ്ചസ് തിയറത്തിന്റെ കൊറോളറി ആയിട്ട് പറഞ്ഞ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം അല്ലെ. every positive integer a is any positive integer and p is any prime number, then a raised to p is mod p is equal to a mod p. a ഏതെങ്കിലും ഇന്റിജർ ആണ്, p ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ ഡിവിഷൻ തിയറം വെച്ചിട്ട് a is equal to pq plus r എന്ന് എഴുതാം. വേറെ q and r are unique integers അല്ലേ. 0 less than or equal to r less than p ആണ് റിമൈൻഡർ r. അപ്പൊ a നെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ r ആയിരിക്കും. a raised to p mod p is equal to r എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ആ ഒരു നോൺ സീറോ നമ്പർ ആണ് r. സീറോ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലില്ലല്ലോ,
വി ഹാവ് ആർ 0 ആയി കഴിഞ്ഞാൽ എ റൈസ് ടു പി മോഡ് 0 ആവൂലേ? അപ്പോൾ അതിന് മുമ്പുള്ളതും 0 ആവുമല്ലോ. അപ്പോൾ ട്രിവിയലാണ്. ഇനി ആറിന്റെ പിന്റെ ജി സി ഡി 1 ആണ്, കാരണം പി പ്രൈം നമ്പറാണ്. ആറിന്റെ വാല്യൂ 1 മുതൽ p-1 വരെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ആറ് യു പിയിലുണ്ടാവും. യു പിയിലെ എലമെന്റ്സ് നമുക്കറിയാമല്ലോ, 1 മുതൽ പി. യു പി എന്ന ഗ്രൂപ്പ് ആണെന്നറിയാം, മൾട്ടിപ്ലിക്കേഷൻ മോഡൽ ഓഫ് പിയിൽ ഗ്രൂപ്പാണ്. 1 മുതൽ p-1 വരെയുള്ള എലമെന്റ്സ് ആൾക്കാരാണ് ഉള്ളത്, പി പ്രൈം ആയതുകൊണ്ട്. അപ്പോൾ യു പിയിൽ p-1 എലമെന്റ്സ് ഉണ്ട്. എ റൈസ് ടു ഓർഡർ ഓഫ് ജി ഐഡന്റിറ്റി ആണ്, നമുക്ക് തൊട്ട് മുമ്പേ അറിയാം അല്ലേ, യൂസിങ് കോളറി അല്ലേ. എ റൈസ് ടു ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി യൂസിങ് തൊട്ട് മുമ്പുള്ള കോളറി അല്ലേ, കോളറി 4. നാലാമത്തെ കോളറി വെച്ച് അങ്ങനെ പറയാമല്ലോ. അപ്പൊ എ റൈസ് ടു p-1 ഇസ് ഈക്വൽ ടു 1 ആയി. ആർ റൈസ് ടു p-1 അല്ലെ, ആർ റൈസ് ടു p-1 ഇസ് ഈക്വൽ ടു 1 ആവും. അപ്പോൾ ആർ റൈസ് ടു p-1 1 ആണെങ്കിൽ ആർ റൈസ് രണ്ട് സൈഡ് ആർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ റൈസ് ടു p ഇസ് ഈക്വൽ ടു ആർ ആവും. ആർ റൈസ് ടു p മോഡ് p ഇസ് ഈക്വൽ ടു ആർ ആവും. ഇനി എ മോഡ് p ഇസ് ഈക്വൽ ടു ആർ ആയതുകൊണ്ട് ആറിന് പകരം എന്ത് കൊടുക്കാം, അവിടെ എ കൊടുക്കാം. എ റൈസ് ടു p മോഡ് p ഇസ് ഈക്വൽ ടു ആർ ആവും. അങ്ങനെ എ റൈസ് ടു p മോഡ് p യും എ മോഡ് p യും സെയിം ആയിരിക്കും ആണല്ലോ. അപ്പോൾ